മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ശ്രീ യോഹന്നാൻ അറിയിച്ചുകൊണ്ട് കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 10:11. ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കും. ഈശോ പറഞ്ഞ ഈ വചനം ഏറെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. നമുക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ഈശോയ്ക്ക് പറയാൻ അവകാശമുണ്ട്. കൊച്ചുനാളിലെ വീട്ടിലെ കോഴികളെ വളർത്തുന്ന പതിവുണ്ട്. കോഴികളെ എല്ലാവരെയും വളർത്തും. വിശിഷ്ടാതിഥികളൊക്കെ വരുമ്പം ചില കോഴികളെ പിടിച്ച് അമ്മച്ച് കറി വയ്ക്കും. ഒരു തള്ളക്കോഴിയുണ്ട്. ആ തള്ളക്കോഴി ഈ കുഞ്ഞുങ്ങളെല്ലാം എങ്ങും പോകാതെ പിടിച്ചു നിർത്തും. അതിക്രമം കാണിച്ചാൽ ചില കൊത്തുമൊക്കെ കൊടുക്കും. അപ്പൊ ഒരിക്കലേ ഈ തള്ളക്കോഴി ഇങ്ങനെ കൊത്തുന്നല്ലോ, അമ്മച്ചി അടുത്താണ്, നമുക്ക് ഇതിനെ അങ്ങ് കറി വെച്ചാലോ? ഇതേ പറഞ്ഞ് പാടില്ല. അങ്ങനെയുള്ള തള്ളക്കോഴികൾ ഉള്ളതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരിപാലിച്ചു പോരുന്നത്. അതുകൊണ്ട് അവരെ നമ്മൾ സംരക്ഷിക്കണം, എങ്കിലേ ആ കോഴികള് നന്നായിട്ട് വളരുകയുള്ളൂ എന്ന അമ്മച്ചിയുടെ ആ ഉപദേശം വളരെയേറെ അർത്ഥവത്താണ്. പലപ്പോഴും കുടുംബത്തിൽ മാതാപിതാക്കളുടെ ദൗത്യം എന്ന് പറയുന്നത് നിസ്സാരമല്ല. അവരാ കുടുംബത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആവശ്യമായ തിരുത്തലുകൾ മക്കൾക്ക് കൊടുത്ത് അവരെ കൊച്ചുനാൾ മുതൽ നയിക്കുകയാണ്. അവരുടെ ആ മാർഗനിർദ്ദേശങ്ങളാണ് ആ കുടുംബത്തിന് വലിയ ശക്തിയായിട്ട് മാറുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലുള്ളതുകൊണ്ടാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നിസ്വാർത്ഥമായി ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുക്കുവാൻ തയ്യാറാകുന്ന നേതാക്കളാണ് രാഷ്ട്രത്തെ നയിക്കുക. അതെ, ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവൻ സമർപ്പിക്കുകയാണ്. ഞാൻ ത്യാഗപൂർവ്വം മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവോന്മുഖമാക്കി മറ്റുള്ളവരെ രൂപപ്പെടുത്തുവാൻ നമുക്കും ഒരു കടമയുണ്ട്. ആ ബോധ്യത്തോടെ നമ്മെ തന്നെ കാണുവാൻ, നമ്മെ നയിക്കുന്നവരെ കാണുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.